എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് ഫാഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് കാണിക്കുന്നത്. ഇന്ന് നമ്മൾ അടിഭാഗത്ത് ബോബിനിലിട്ട ത്രെഡ് മുകളിൽ സ്റ്റിച്ച് ഇടുമ്പോൾ മുകളിൽ വന്ന അതിനെങ്ങനെയാണ് ശരിയാക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ അവിടെ സ്റ്റിച്ച് ഇടുന്നുണ്ട്. ഇവിടെ ബോബിനിലെ വൈറ്റ് ത്രെഡ് മുകൾ ഭാഗത്ത് കാണുന്നുണ്ട്. ഇതെങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ പകുതി വൈറ്റും പകുതി പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് ശരിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനും ഇതുപോലെ തന്നെ ആ ടെൻഷൻ കുറച്ച് ലൂസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ സ്റ്റിച്ച് മുകളിൽ വരുമ്പോൾ ടെൻഷൻ കുറച്ച് ലൂസ് ചെയ്ത് നോക്കണം. അത് നമ്മൾ ഒരിക്കൽ തന്നെ കൂടുതൽ തിരിക്കരുത്. കുറച്ച് തിരിച്ചിട്ട് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ഞാൻ ഒരു തിരിക്കൽ ഒന്ന് തിരിച്ചു സ്റ്റിച്ചിട്ട് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ അത്രയില്ല, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആദ്യം കുറച്ച് കൂടുതൽ കാണുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കാണുന്നുള്ളൂ. ഇനി അതിനെ ഒന്നും കൂടി ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആകും സ്റ്റിച്ച്. ഇവിടെ നല്ല മഴയാണ്, നല്ല ഇടിയും മഴയാണ്. അതുകൊണ്ടാണ് ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി തിരിച്ചിട്ട് സ്റ്റിച്ച് ഇട്ട് നോക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ സ്റ്റിച്ച് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ലൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒന്ന് ലൂസ് ചെയ്യുക, സ്റ്റിച്ച് ഇടുക, ലൂസ് ചെയ്യുക, സ്റ്റിച്ച് ഇടുക. അങ്ങനെ ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് സ്റ്റിച്ച്. പിന്നെ നമ്മൾ ഒരുപാട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ കാണിച്ച പോലെ സ്റ്റിച്ച് ലൂസ് വരും. നമുക്കത് ഒരു ലിമിറ്റ് ഉണ്ട്, ലൂസ് ചെയ്യാനൊരു ലിമിറ്റ് ഉണ്ട്. അതിനേക്കാൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുകളിലെ സ്റ്റിച്ച് ലൂസായിട്ട് വരും, ഇന്നലെ കാണിച്ച പോലെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ടെൻഷനിൽ തിരിച്ചിട്ടും ആ സ്റ്റിച്ച് മുകളിൽ കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഇപ്പോൾ ഇതിൽ കുഴപ്പമില്ല, ഏകദേശം കറക്റ്റായിട്ടുണ്ട്. അടിഭാഗത്ത് ബോബിനിലെ ത്രെഡ് നന്നായി വന്നിട്ടുണ്ട്. മുകളിലും സ്റ്റിച്ച് കറക്റ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ഇടുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടിപ്പോകാൻ ചിലപ്പോൾ നമ്മൾ ഇടുന്ന നീഡലിൻ്റെ കുഴപ്പമായിരിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ നീഡിലൊന്ന് മാറ്റി നോക്കുക. നല്ല ക്വാളിറ്റി ഉള്ള നീഡിലൊന്ന് ഇട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഒന്നും കൂടി ഇപ്പോൾ സ്റ്റിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ലൂസ് ചെയ്തു, അവിടെ വൈറ്റ് സ്റ്റിച്ച് കാണുന്നുണ്ട്, വൈറ്റ് ത്രെഡ് കാണുന്നുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഒരുപാട് ലൂസ് ചെയ്യാനും പറ്റില്ലല്ലോ നമുക്ക്. ഒരുപാട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ലൂസായി പോവും. അപ്പോൾ അതിനെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബോബിനെ എടുത്തിട്ട് അതിൻ്റെ സ്ക്രൂ, ഇന്നലെ കാണിച്ച രണ്ടാമത്തെ സ്ക്രൂ അല്ല, ആദ്യത്തെ സ്ക്രൂവിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ചൊന്ന് തിരിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് ഇപ്പോൾ സ്റ്റിച്ച് ഇട്ട് നോക്കാം. കണ്ടോ, ലൂസ് ചെയ്തപ്പോൾ ഇപ്പോൾ വൈറ്റ് ത്രെഡ് കാണുന്നില്ല. ആദ്യം നമ്മൾ മുകൾ ഭാഗത്ത് ഒന്ന് ശരിയാക്കാൻ നോക്കണം. ടെൻഷനും ടൈറ്റും ലൂസും ചെയ്ത് നോക്കണം. മുകൾ ഭാഗത്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ബോബിനിലെ സ്ക്രൂവിന് ടൈറ്റും ലൂസും ആക്കിയാൽ മതി. ഇപ്പോൾ അവിടെ ടൈറ്റ് ചെയ്തപ്പോൾ സ്റ്റിച്ച് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബാക്ക് വശത്തും കറക്റ്റായിട്ടുണ്ട്. ഇങ്ങനെയാണ്. ഇനി അടുത്തായിട്ട് വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷട്ടലിനകത്ത് നൂല് കുടുങ്ങും. നമ്മൾ ചിലപ്പോൾ കെട്ടി വീണ് കഴിഞ്ഞാൽ ത്രെഡ് കെട്ടി വീഴുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം പോയി ഷട്ടലിനകത്ത് കുടുങ്ങാറുണ്ട്. ചില ത്രെഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, കൈ കൊണ്ട് നമ്മളങ്ങനെ പിടിക്കാൻ പറ്റും. അപ്പോൾ അതിനെ പിടിച്ചിട്ട് അതെങ്ങനെയാണ് വലിച്ചെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം.
ഇത് ആദ്യം നമ്മൾ പുതിയ മെഷീനുകളിൽ ഇതുപോലത്തെ പ്രോബ്ലംസ് ഒരുപാട് വരാറുണ്ട്. മെഷീൻ കുറച്ച് തേയണം. നമ്മൾ ഉപയോഗിച്ച് അത് കുറച്ച് പഴയതാവണം മെഷീന്. അതിൻ്റെ ഷാർപ്പ് ഭാഗങ്ങളൊക്കെ ഒന്ന് തേയണം. തേഞ്ഞ് കഴിഞ്ഞ് പിന്നെ മെഷീൻ ലൂസ് ആയിക്കോളും. അങ്ങനെ എപ്പോഴൊന്നും അതുപോലെ പ്രോബ്ലംസ് ഒന്നും വരില്ല. ഇപ്പോൾ എൻ്റെ ഇത്ര കൊല്ലം ആയാലും ഇപ്പോഴും ചിലപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസൊക്കെ വരാറുണ്ട്. ഷട്ടിലിനകത്ത് നൂല് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ ഒരു കൈ കൊണ്ട് പിടിച്ച് വലിക്കണം. ഒരു കൈ കൊണ്ട് നമ്മുടെ സൈഡിലെ വീലില്ലേ അതിനെ റിവേഴ്സ് തിരിക്കണം. റിവേഴ്സ് തിരിച്ചിട്ട് ഈ ഒരു കൈ കൊണ്ട് ത്രെഡിനെ പിടിച്ച് വലിക്കണം. മറ്റേ കൈ കൊണ്ട് ആ വീലിനെ നമ്മൾ റിവേഴ്സ് തിരിച്ചാൽ മതി. അത് നമ്മുടെ കയ്യിൽ വന്നോളും. ചെറിയ പീസ് ത്രെഡിൻ്റെ ചെറിയ പീസൊക്കെ ആണെങ്കിൽ ഷട്ടിലിനകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മെക്കാനിക്കിനടുത്ത് തന്നെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അവർ അയച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് തരും. പുതിയ മെഷീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ 1 കൊല്ലം വരെ ഫ്രീ സർവീസ് ഉണ്ടാവും അവരുടെ. നമ്മൾ എന്ത് പ്രശ്നം വന്നാലും കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. ഇത്രയാണ് കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ നമുക്ക് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും വീട്ടിൽ. പിന്നെ വലിയ ഒരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഷട്ടിൽ ചിലപ്പോൾ തിരിഞ്ഞു പോകും. അതിൻ്റെ ടൈമിങ്സ് മാറും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അത് മെക്കാനിക്കിനടുത്ത് തന്നെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ ശരിയാക്കി തരും. അത് അല്ലെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ ആർക്കെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് അറിയിച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആക്കി ഇടാം. പിന്നെ സിൽക്ക് ത്രെഡ് അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. സിൽക്ക് ത്രെഡ് ഇടുമ്പോഴും ജരി ത്രെഡ് ഇടുമ്പോഴും കുറച്ച് വ്യത്യാസം ഉണ്ടാകും. നമ്മൾ സിൽക്ക് ത്രെഡ് ഇടുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ജരി ത്രെഡ് ഇടുമ്പോൾ കുറച്ച് സ്റ്റിച്ച് ലൂസ് വരും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ടെൻഷനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ത്രെഡ് കട്ടാവുന്നുണ്ടെങ്കിൽ ടെൻഷനൊന്ന് ലൂസ് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബോബിനിലെ ത്രെഡ് മുകളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷട്ടിലൊന്ന് ലൂസ് ചെയ്ത് നോക്കണം. ലൂസ് ചെയ്തിട്ടും ശരിയാവുന്നില്ലെങ്കിൽ ബോബിനിലെ സ്ക്രൂ ടൈറ്റ് ചെയ്യണം. പിന്നെ മുകൾ ഭാഗത്ത് ഇട്ട ത്രെഡ് സിൽക്ക് ത്രെഡോ ജരി ത്രെഡോ അത് താഴ്ഭാഗത്ത് കൂടുതലായി വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷട്ടിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ ബോബിനിലെ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇത്ര കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റും. എൻ്റെ മെഷീൻ വാങ്ങുമ്പോഴും കുറേ സമയം ഇതുപോലെ തന്നെ ആയിരുന്നു. എനിക്കാണെങ്കിലോ ഒന്നും അത് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു 1.5 മണിക്കൂർ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ റിപ്പയർ മെഷീനൊക്കെ ശരിയായി വരുമ്പോഴത്തേന് 1 മണിക്കൂർ പോകും. പിന്നെ അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുകയുള്ളൂ. അങ്ങനെയായിരുന്നു. ഇപ്പോൾ മെഷീൻ കുറച്ച് വർക്ക് ചെയ്ത് തേഞ്ഞ് ഇതായതും കൊണ്ട് ഇപ്പോൾ കുറച്ച് കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കാനും ഇപ്പോൾ നമ്മൾ ചെയ്ത് എനിക്കറിയാം ഇപ്പോൾ എന്താ ചെയ്യണം, എങ്ങനെ വന്ന് എന്ത് ചെയ്യണം എന്ന ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്കൊരു ലൈക്ക് അടിക്കണം. താങ്ക് യു.